വെറും 200 രൂപ മുതലാണ് ഇവിടുത്തെ ജാതി വെറൈറ്റികളുടെ തൈകളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കി ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നാണ് ബഡ് വുഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ജാതി തൈ വിൽക്കുക, അത് കർഷകർക്ക് ഈ അന്യായ വില കണ്ടപ്പോഴാണ് നമ്മളങ്ങനെ ചെയ്യാൻ തോന്നിയത്. ചെറിയ വിലയ്ക്ക് വിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതിൻ്റെ പുറത്തും കൂടിയാണ് ഈ നഴ്സറി തുടങ്ങിയത്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിക്കാൻ മനസ്സിലാവും. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ്. പിന്നെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ വെറൈറ്റി നമ്മൾ ചെയ്യുന്നത്. എല്ലാ വെറൈറ്റിയും, ജാതിയുടെ എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ എപ്പോഴും നമുക്കൊരു 50,000-ഓളം പ്ലാന്റ് സെയിൽസിന് റെഡി ആയിട്ട് സ്റ്റോക്ക് ഉണ്ടാവും, എല്ലാ ഇനങ്ങളുമായിട്ട്. അങ്ങനെ ഹൈടെക് ആട്ടുംകൂട് പണിതു. അത് കഴിഞ്ഞ് പണിയാൻ ആലോചിച്ചപ്പോഴാണ് നോക്കിയത്, അന്ന് അടുത്ത ഒരു മാർഗം കൂടെ ഒരു പരീക്ഷണം നടത്തിയേക്കാന്ന്. ഈ ആട്ടുംകാട്ടം മീനിന് കൊടുക്കുക. അങ്ങനെ എൻ്റെ കുളത്തിൻ്റെ മുകളിൽ ഞാൻ ആട്ടുംകൂട് പണിതു. ഈ ആട്ടുംകാട്ടം മീനിന് കൊടുക്കുക, മീനിൻ്റെ വളം എന്നിട്ട് പമ്പ് ചെയ്ത് തിരിച്ച് പറമ്പിലോട്ട് വളമായിട്ട് പോകുന്നു, മീനിൻ്റെ വെള്ളം. ഇത് നോക്കി കൊള്ള വില കൊടുത്ത് ഇനി ജാതി വെറൈറ്റികൾ വാങ്ങേണ്ട ആവശ്യമില്ല. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ലഭ്യമായ എല്ലാവിധ ജാതി വെറൈറ്റികളും, എടുത്തു പറയുകയാണ്, എല്ലാവിധ ജാതി വെറൈറ്റികളും ലഭ്യമായ ഒരു നഴ്സറി ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അതാണ് നിരപ്പേൽ നഴ്സറി എന്ന് പറയുന്നത്. ഇത് കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായ എല്ലാവിധ ജാതി വെറൈറ്റികളുടെയും മാതൃവൃക്ഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു തോട്ടത്തിൽ കാണാൻ സാധിക്കും. ഇതേ കണ്ടില്ലേ? ഇത് നോക്കി ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നാണ് ബഡ് വുഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. വെറും 200 രൂപ മുതലാണ് ഇവിടുത്തെ ജാതി വെറൈറ്റികളുടെ തൈകളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് നഴ്സറികളിൽ നിന്ന് ഈ ഒരു വിലയ്ക്ക് ഒരിക്കലും ലഭിക്കില്ല. ജാതികളുടെ വില നഴ്സറിയിലൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും, നല്ല വില കൂടുതലാണ്. ഒരുപാട് നഴ്സറിക്കാർ അവർക്ക് തോന്നുന്ന പോലെയാണ് വിലകളൊക്കെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എല്ലാ വെറൈറ്റികളുമുണ്ട്, എല്ലാം നല്ല ക്വാളിറ്റിയാണ്. എന്നാൽ കർഷകന് വാങ്ങാൻ പറ്റിയ റീസണബിൾ പ്രൈസിലാണ് എല്ലാം സെയിൽ ചെയ്യുന്നത്. 200 രൂപ മുതൽ 400 രൂപ വരെയാണ് തൈകളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാതി ഫീൽഡിൽ നിൽക്കുന്ന കർഷകർക്ക് സുപരിചിതനായ പോൾസൺ ചേട്ടനാണ് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ നഴ്സറിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഏകദേശം 6 ഏക്കർ ജാതിക്ക് മാത്രമായിട്ട് അദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ട്. ജാതിയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ജാതി വെറൈറ്റികളെ കുറിച്ചും പ്രൊഡക്ഷനെ കുറിച്ചും ഒക്കെ പോൾസൺ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഞാൻ പോൾസൺ നിരപ്പേൽ ഞാൻ ഇവിടെ നഴ്സറി തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി, ജാതി നഴ്സറി തുടങ്ങിയിട്ട്. അതിനു മുമ്പ് എനിക്ക് ഇവിടെ ആട് ഫാം ഉണ്ടായിരുന്നു. ആട്, കോഴി, അതുപോലെ പോത്ത്, അങ്ങനെയുള്ള കൃഷികളും അതേപോലെ ജാതിത്തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാതിയൊക്കെ മാറ്റി തെങ്ങും കവുങ്ങും ജാതിയും ആയിരുന്നു കൃഷി. അതേപോലെ കൊക്കോയും ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഫുള്ളായിട്ട് നഴ്സറിയിലോട്ട് എത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 85 വർഷം പഴക്കമുള്ളൊരു 13 ജാതിയും പിന്നെ ഒരു 25-30 വർഷം, അതായത് ഈ ജാതി കണ്ടോ, ഈ ജാതിയുടെ വലിപ്പമുള്ള ഒരു 10-60 ജാതിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എനിക്ക് 1 വയസ്സുള്ളപ്പം തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ ജാതിയായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ആയിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ജാതിക്ക പറക്കി കൊണ്ടുവരും. അതുപോലെ വൈകുന്നേരം വന്നാലും ജാതിക്ക പറക്കി കൊണ്ടുവരും. അത് വെറുതെ അല്ല കേട്ടോ, 1 പൈസ വെച്ച് ഒരു ജാതിക്കയ്ക്ക് കിട്ടും പോക്കറ്റ് മണിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നല്ല ജാതി കൃഷി ചെയ്യുക എന്നുള്ള, കുറേ കൂടെ നല്ല ഇനങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തും കൂടെ കൃഷി ചെയ്യുക എന്നുള്ളൊരു ഐഡിയയുടെ പുറത്ത് കേരളം മുഴുവൻ അന്വേഷിച്ചു, പല ഇനങ്ങളിലോട്ട് പോയി. പക്ഷേ അതൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. പിന്നെ ഭയങ്കര വിലയായിരുന്നു. ഏത് 15 കൊല്ലം മുമ്പ് 17 കൊല്ലം മുമ്പാണ് ഞാൻ അന്വേഷിച്ചത്. അന്ന് 750-1000 രൂപയാണ് ഒരു തൈക്ക് വില പറയുന്നത്. അതും അത്ര വലിയ ക്വാളിറ്റി ഇല്ലയെന്ന് മനസ്സിലായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം. അപ്പോൾ അതിൽ നല്ല സാധനങ്ങൾ ബഡ് ചെയ്ത് കർഷകരിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഞാൻ സ്വന്തമായിട്ട് നഴ്സറി തുടങ്ങിയത്. അങ്ങനെ അതും മിതമായ വിലയ്ക്ക് ജാതി തൈ വിൽക്കുക, അത് കർഷകർക്ക്. ഈ അന്യായ വില കണ്ടപ്പോഴാണ് നമ്മളങ്ങനെ ചെയ്യാൻ തോന്നിയത്. ചെറിയ വിലയ്ക്ക് വിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതിൻ്റെ പുറത്തും കൂടിയാണ് ഈ നഴ്സറി തുടങ്ങിയത്. പിന്നെ ബൾക്കായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. തുടങ്ങിയത് തന്നെ 50,000 തൈയുടെ പ്രൊഡക്ഷനിലാണ് തുടങ്ങിയത്. ജാതി നഴ്സറി തുടങ്ങിയത് തന്നെ 50,000 തൈയുടെ പ്രൊഡക്ഷൻ ഇട്ടിട്ടാണ് 2011. ഇപ്പം ഒരു വർഷം ഒരു 5 ലക്ഷം തൈകൾ ഒരു വർഷം വിൽക്കുന്നുണ്ട്. അത് നാടൻ ജാതിയെ ബഡ് ചെയ്തതും കാട്ടുജാതിയെ ബഡ് ചെയ്തതും കൂടി ആയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 3 ലക്ഷം തൈകൾ കാട്ടുജാതിയെ ബഡ് ചെയ്തതും ഒരു 2 ലക്ഷം തൈ നാടൻ ജാതിയെ ബഡ് ചെയ്തതുമാണ് ഒരു വർഷം വിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ പൊതുവെ ഇപ്പോഴും ഒരുപാട് നഴ്സറിക്കാർ ഈ ജാതിയിൽ കൊള്ള വില വാങ്ങുന്നുണ്ട്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അല്ലേ? ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാലേ എല്ലാവരും ഇവിടേക്കല്ലേ വരുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇത്രയധികം സെയിൽസ് നടക്കുന്നത്, ഇത്രയധികം ബൾക്കായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ആളുകൾ ഇത് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ നഴ്സറിയിലേക്ക് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ഓക്കെ, ഇത്രയധികം സെയിൽസ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ സെയിൽസ് നടക്കുകയല്ല. ഇപ്പോൾ സാധാ ബഡ് തൈ നമ്മളൊരു 200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ബ്രാൻഡഡ് ഇനങ്ങളായ കടുകമ്മാക്കിൽ, കൊച്ചുകുടി, കെൻറ്റുകര, പുന്നന്താനം, ഫാബ്, അതേപോലെ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ വെറൈറ്റികൾ, മുണ്ടത്താനം, പുന്നത്താനം, പുല്ലൻസ്, ഇതെല്ലാം പേര് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഉണ്ട്. ഇതെല്ലാം 300 രൂപയ്ക്കും, അതേപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളായ ഗോൾഡൻ, ശ്രീലങ്കൻ, സിന്ധുശ്രീ, വിശ്വശ്രീ, കേരളശ്രീ, IASRന്റെ വെറൈറ്റി കേട്ടോ, വിശ്വശ്രീയും കേരളശ്രീയും, അതേപോലെ KAU, പൂത്ര, അങ്ങനത്തെ ഇനങ്ങളെല്ലാം 400 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇതെല്ലാം പുറം മാർക്കറ്റിൽ വലിയ വിലയാണ് ഈടാക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ വെറൈറ്റികളൊക്കെ പുറത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിലോ നഴ്സറിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വില കേട്ടാൽ ഞെട്ടിപ്പോവും. ഈ വിലയിലൊന്നും നിങ്ങൾക്ക് അവിടെ ഒരിക്കലും കിട്ടില്ല, തൈകൾ കിട്ടില്ല ഇല്ലേ? നമുക്കത് ഉറപ്പായിട്ട് പറയാൻ റേറ്റിൽ ആർക്കും വിൽക്കാൻ പറ്റില്ല. അതെ, അത് ഇത്രയും ഇതേ കണ്ടില്ലേ, വൈഡായിട്ടുള്ള പ്രൊഡക്ഷൻ കാരണമാണ് നമുക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? അതെ, ഇവിടെ ഇതിന്റെ ബഡ്ഡിങ് മാത്രമേ ഉള്ളൂ. ബഡ്ഡിങ്ങും വലുതാക്കി വിൽക്കലും മാത്രമേ ഉള്ളൂ. ഈ തൈകൾ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള യൂണിറ്റ് വേറെ ഉണ്ട്. അതൊരു 10ഓളം സ്ഥലത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഈ 5 ലക്ഷം തൈകൾ ഒരുമിച്ച് നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇടാൻ പറ്റില്ല. അപ്പോൾ വലുതാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ബഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാലേ നമുക്ക് എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്? നിരപ്പേൽ നഴ്സറിക്ക് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്? അത് കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, അതേപോലെ കോഴിക്കോട്, അതേപോലെ കാസർഗോഡ്, ഇത്രയും സ്ഥലത്ത് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാതി ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ലൊക്കേഷൻ ഏതാണെന്ന് നോക്കുക, അവിടെ പോയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ അല്ലേ? ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന മെയിൻ ബ്രാഞ്ചിലാണ്. അതെ ഇല്ലേ? ഈ വിലകൾ തന്നെയാണോ ബാക്കി ബ്രാഞ്ചുകളിലും? എല്ലായിടത്തും ഒരേ വിലയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൈസ് തന്നെ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രൈസിൽ തന്നെ ഒരു തട്ട് തൈകൾ ഈ പറഞ്ഞ വിലയ്ക്ക് ഹൈബ്രിഡ് ഇനങ്ങൾ 400 രൂപയ്ക്കും, ബ്രാൻഡഡ് ഇനങ്ങൾ 300 രൂപയ്ക്കും, സാധാ ബഡ് തൈ 200 രൂപയ്ക്കും എൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഇവിടെയും കിട്ടും. നിരപ്പൽ നഴ്സറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് തൃശ്ശൂർ പട്ടിക്കാടാണ്. ഇവിടുന്നാണ് ബാക്കി എല്ലാ ബ്രാഞ്ചിലോട്ടും തൈകൾ പോകുന്നത്. ഓക്കെ, ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ്? ഡെലിവറി നമ്മൾ ഈ പെറ്റ്സിനെയും പ്ലാന്റ്സിനെയും കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട്, വണ്ടി സർവീസ് ഉണ്ട്. ആ സർവീസിൽ കൊടുത്തു വിടുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തോട്ട് ഓൾ കേരള അങ്ങനെ സപ്ലൈ പോകുന്നുണ്ട്. പിന്നെ കൊറിയറും പോകുന്നുണ്ട്. ഓക്കെ, എനിക്കിവിടെ തൈകൾ വേണമെങ്കിൽ മിനിമം ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഡെലിവറി ചെയ്യും, അങ്ങനെയുണ്ടോ? ഡെലിവറി നമ്മൾ ഒരിടത്തോട്ടും കൊടുക്കുന്നില്ല. അതായത് ഈ പെറ്റ്സിനെയും പ്ലാന്റ്സിനെയും കൊണ്ടുപോകുന്ന വണ്ടിയിൽ നമ്മൾ കയറ്റി വിടും. അതിപ്പോൾ ഒരു തൈ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും അല്ലേ? കിട്ടും. ആ റണ്ണിങ് ടൈമിൽ അവിടെ എത്തും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ റൂട്ടിലും വണ്ടി പോകുന്നുണ്ട്. ഡെലിവറി ചാർജ് എക്സ്ട്രാ ആവും? ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും. ഓക്കെ, അത് 50 രൂപയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കിയോ? ഡെലിവറി ചാർജ് കൊടുത്ത് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭമേ ഉള്ളൂ? ഡെലിവറി ചാർജ് 50 രൂപയേ ഉള്ളൂ. അതെ, എന്നാൽ പോലും ഏറ്റവും കൂടി തൈ എടുത്താൽ പോലും 400 രൂപ, 450 രൂപ ആവുന്നുള്ളൂ അല്ലേ? 1000-1500 രൂപയ്ക്ക് വിൽക്കുന്ന തൈകൾ ആണ് 400 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകളാണ്. പിന്നെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ വെറൈറ്റി നമ്മൾ ചെയ്യുന്നു. എല്ലാ വെറൈറ്റിയും, ജാതിയുടെ എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനമായ റൗണ്ട് ലീഫ് ഉണ്ട്, അതേപോലെ സിന്ധുശ്രീ ഉണ്ട്. അങ്ങനെ എല്ലാ ഇനങ്ങളും, പിന്നെ മറ്റിനങ്ങളുണ്ട്, ഫാബ്, കടുകമ്മാക്കൽ, അങ്ങനത്തെ ഇനങ്ങളുണ്ട്. അങ്ങനെ കുറേ പേരുകളുണ്ട്. അതെല്ലാം ഇവിടെ നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ 300-400 രൂപ റേഞ്ചിൽ എല്ലാ തൈകളും ലഭ്യമാണ്. ഓക്കെ, ഈ 200 രൂപ തൈകൾ എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ സാധാരണ തൈകൾ, പഴയ ജാതി തൈകൾ, അത് ചോദിച്ചു വരുന്ന കർഷകർ ഇപ്പോഴും ഉണ്ടോ? അത് ചോദിച്ചു വരുന്ന കർഷകർ വളരെ കുറച്ച് പേര് ഉള്ളൂ. 200 രൂപയുടെ ജാതി തൈകൾ, അത് എന്ത് ഇനമാണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് കായ്ക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ ഈ ജാതി കർഷകർ പുതിയതായിട്ട് ഈ മേഖലയിലോട്ട് വരുന്നവർക്ക് അറിഞ്ഞുകൂടാ ഇതിന് ഇനങ്ങളുണ്ട്, അതെങ്ങനെ കായ്ക്കുന്നത് അറിഞ്ഞിട്ട് വേണം വെക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ ജാതിക്കുള്ളൊരു പ്രത്യേകതയുണ്ട്. കായ വലുതാണെങ്കിൽ പത്രി ചെറുതായിരിക്കും, പത്രി വലുതാണെങ്കിൽ കായ ചെറുതായിരിക്കും. ഇനി ഇത് രണ്ടും വലുതാണെങ്കിൽ എണ്ണത്തിൽ കുറവായിരിക്കും. അതിൽ നിന്നുള്ള സെലക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ മലഞ്ചരക്കൻ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ജാതി. ഈ ഹൈ റേഞ്ച് മേഖലയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണുന്നതിൻ്റെ ഡബിൾ വലിപ്പത്തിലുള്ള കായും പത്രിയും കാണും. പക്ഷേ അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നേർ പകുതിയുടെ അടുത്ത് വരും. 40% കുറവ് ഉൽപ്പാദനക്ഷമത, അതായത് വലിപ്പത്തിലും എണ്ണത്തിലും എല്ലാം 40% കുറവുണ്ടാവും. ആ സമയം ഇവിടെ നല്ല ഉൽപ്പാദനമുള്ള, ലോ റേഞ്ചിൽ നല്ല ഉൽപ്പാദനമുള്ള ഈ ഇനങ്ങൾ, നല്ല ഇനങ്ങൾ, എല്ലാ ഇനത്തിലും നമ്മൾ സെലക്ഷൻ എടുക്കണം. ലോ റേഞ്ചിൽ നല്ല ഉൽപ്പാദനമുള്ള ഇനങ്ങൾ ഹൈ റേഞ്ചിൽ ഇട്ടെന്നാൽ 40% ഉൽപ്പാദനം കൂടും. പിന്നെ നമ്മൾ വലിയ കായാണ് അല്ലെങ്കിൽ വലിയ പത്രയും വലിയ കായുമാണ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ആ മരത്തിലെ എണ്ണം കുറവായിരിക്കും. ആ മരം അവർ നമുക്ക് കായും പത്രയും വലിപ്പമുണ്ടാവും, പക്ഷെ അതിൽ എണ്ണം കുറവായിരിക്കും. അങ്ങനെ അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് വേണം കർഷകർ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം അല്ലേ? ഓക്കെ. പ്രത്യേകിച്ച് ഹൈ റേഞ്ചും ലോ റേഞ്ചും മസ്റ്റ് ശ്രദ്ധിക്കണം. ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടൂല അല്ലേ? അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് കാണിക്കില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പട്ടിക്കുഞ്ഞിനെ കാണും. നമ്മൾ നേരെ വാങ്ങി ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നാടൻ പട്ടിയായി മാറും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതേപോലെയാണ്. അതേപോലെ നല്ല പൂക്കൾ കാണും ഊട്ടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അത് അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഏറ്റവും നല്ലത് പട്ടിയെ കണ്ടാൽ മതി. നമ്മൾ പട്ടീനെ അവിടുന്ന് ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രോമൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പട്ടിയായിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നാടൻ പട്ടിയായിട്ട് നമ്മൾ ഇറക്കി വിടും. അപ്പോൾ അതുകൊണ്ട് എന്താ ഈ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള വെറൈറ്റികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലേ കർഷകർ ശ്രദ്ധിക്കണം അല്ലേ? ഇനി പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട്. ജാതി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലാണ് ഇദ്ദേഹം പുതുമുഖമായിട്ട് വരുന്നത്. പക്ഷേ ജാതി കൃഷിയിൽ നിൽക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കർഷകർക്കും ഇദ്ദേഹത്തിൻ്റെ മുഖം പരിചയമായിട്ടുണ്ടാവും. നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെന്താ, തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലൈമറ്റ്, നിങ്ങൾ ഏത് ജില്ലയാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ചേരുന്ന ഏറ്റവും നല്ല വെറൈറ്റി തന്നെ സജസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ എത്തിച്ചേരും അല്ലേ? എത്ര ക്വാണ്ടിറ്റി തൈയാണെങ്കിൽ നമുക്ക് കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും. പിന്നെന്താ അല്ലേ? 5 ലക്ഷം തൈ വിൽക്കുന്നതല്ലേ? അതെ, ഒരു വർഷം. അപ്പോൾ അത്രത്തോളം തൈകൾ വിൽക്കുന്ന ഒരു നഴ്സറിയാണ്. നിങ്ങൾക്ക് ജാതി ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർ ഓരോ പേര് വിട്ടിട്ട് ഭയങ്കര വില വാങ്ങുന്നത് അല്ലേ? ആ വെറൈറ്റികളെല്ലാം ഇവിടെ നമ്മൾ അതെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏത് വെറൈറ്റി ചോദിച്ചാലും ഇവിടെ നിന്ന് തൈകൾ തരാൻ റെഡിയാണ്. അതും ഏറ്റവും കൂടി തൈക്ക് 400 രൂപ. അതെ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. പിന്നെ 2 തട്ടാവുമ്പോൾ 600 രൂപ. ഓക്കെ, തട്ടിന് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ തട്ടിനനുസരിച്ചാണ് ഇതിന്റെ വില വരുന്നത്. അത് പക്ഷേ ഏറ്റവും ബേസ് തൈ വരെ നല്ല വിലയാണ് എല്ലാവരും വാങ്ങുന്നത്. അത് നമ്മൾ 400 രൂപയ്ക്ക് കൊടുക്കുന്നു അല്ലേ? ഇത് ഏത് നഴ്സറി ആണെങ്കിലും അത് പ്രൊഡക്ഷൻ ഉള്ള നഴ്സറികളുടെ ഹാർട്ടാണ് ഈ മദർ പ്ലാന്റ്. അതെ, മാതൃസസ്യം എന്ന് പറയും. അതായത് നമ്മൾ എവിടുന്ന് എടുക്കുന്നു, എന്തെടുക്കുന്നു. നമ്മളിപ്പം ഇത്രയും വെറൈറ്റികൾ പറഞ്ഞല്ലോ, ഈ ഇനങ്ങളുടെ എല്ലാം മദർ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മരങ്ങൾ കായ്ച്ചിരിക്കുന്നതല്ല. ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നില്ല, ജാതി കൃഷി ഇല്ല എനിക്ക്. ജാതി തൈകളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമേ ഉള്ളൂ, അതായത് സെയിൽസ് മാത്രമേ ഉള്ളൂ, ബിസിനസ് മാത്രമേ ഉള്ളൂ. ഞാൻ കർഷകനാണെന്ന് അവകാശപ്പെടുന്നില്ല. മുൻപ് കർഷകനായിരുന്നു, ഇപ്പം കർഷകനാണെന്ന് അവകാശപ്പെടുന്നില്ല. കർഷകനാണെന്ന് അവകാശപ്പെട്ട് വലിയ വിലയ്ക്ക് തൈ വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ബിസിനസ് മാത്രമാണ്. ചെറിയ വിലയ്ക്ക് കർഷകരിലോട്ട് തൈകൾ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം. അപ്പം അതിൻ്റെ മദർ പ്ലാന്റ് ഇത് ബഡ് വുഡ് എടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പൂത്ര വെറൈറ്റിയുടെ മദർ പ്ലാന്റ് എടുത്തു, ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നാമ്പുകൾ വരുന്നതാണ്. കണ്ടോ? അതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു 10,000-ന് മുകളിൽ മദർ പ്ലാന്റ് എല്ലാ വെറൈറ്റികളുടെയും വ്യത്യസ്ത വെറൈറ്റികളുടെ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിന്ന് എടുക്കുന്നല്ലാതെ നമ്മൾ ബഡ് ചെയ്യില്ല. മദർ പ്ലാന്റ് കളക്ഷൻ മുഴുവൻ ഇവിടെ തന്നെയാണ്. നേരിട്ട് കർഷകന് വേണമെങ്കിൽ ഇത് കാണാനും പറ്റും. പിന്നെന്താ, കർഷകർ ഇത് കണ്ടിട്ട് തന്നെ പലരും വന്ന് ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് തന്നെ മേടിച്ചു പോകും. അതെ, കാരണം ഒരുപാട് പേര് മദർ പ്ലാന്റ് ചോദിക്കാറുണ്ട്. മദർ പ്ലാന്റ് ഇല്ലാത്ത പരിപാടി ചെയ്യാൻ പാടില്ല. ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളവര് നമ്മൾ ഇവിടെ തന്നെ എടുത്ത് അല്ലേ? അതെ, ഇതിപ്പം ജാതി ബഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ നമുക്ക് മൊത്തം ഒരു 15 പേരുണ്ട് ബഡ് ചെയ്യുന്നവർ. ഇവിടെ കുറച്ച് പേരിന്ന് ചെയ്യുന്നുണ്ട്, ബാക്കി അപ്പുറത്തുണ്ട്, താഴെ ഉണ്ട്. അങ്ങനെ പല ഭാഗത്തായിട്ട് ഓരോ ഇനങ്ങളും ഓരോരുത്തരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വ്യത്യസ്ത ഭാഗത്തിരുന്ന് ചെയ്യുകയാണ്. 15 പേര് ബഡ്ഡിങ്ങുകാരുണ്ട് നമുക്ക് റെഗുലറായിട്ട്. അത് 365 ദിവസം ചെയ്യും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും 365 ദിവസം ബഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ ഇനം ബഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ബഡ് വുഡ് മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടാഗുമായിട്ട് വരിക. അതിന് ബഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും അവർ കൃത്യമായിട്ട് ടാഗ് ഇട്ട് പോകും. ഇപ്പോൾ ഇവർ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ടോ, ആൺജാതിയാണ് ഇപ്പോൾ ബഡ് ചെയ്ത് വെച്ചേക്കുന്നത്, അതിൻ്റെ ടാഗ് ഇട്ട് വെച്ചേക്കുന്നുണ്ടോ. ആ ബഡ് ചെയ്യുമ്പോൾ തന്നെ ടാഗ് ഇട്ട് പോകും, അല്ലെങ്കിൽ ഇനങ്ങൾ തെറ്റിപ്പോവേ. നമ്മളവിടെ ബഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബഡ് പിടിച്ച പ്ലാന്റുകൾ എടുത്ത് അപ്പുറത്തെ ഷെഡിൽ വയ്ക്കും മുളയ്ക്കാൻ. മുളച്ച് വന്ന പ്ലാന്റുകൾ ഇവിടേക്ക് എടുത്ത് വയ്ക്കും, സെയിൽസിന് റെഡിയായ പ്ലാന്റുകൾ. ഇപ്പോൾ എപ്പോഴും നമുക്കൊരു 50,000-ഓളം പ്ലാന്റ് സെയിൽസിന് റെഡിയായിട്ട് സ്റ്റോക്ക് ഉണ്ടാവും എല്ലാ ഇനങ്ങളുമായിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല അങ്ങനെയുള്ളൊരു ഇതും വേണ്ട. എല്ലാ വർഷവും പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരും. ഇപ്പം ഒരു 1 ലക്ഷം തൈ വെച്ച് ഓരോ വർഷവും പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരും. കാരണം ബഡ് വുഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു മിനിമം ഈ വർഷം തൊട്ട് ഒരു 50,000 തൈ റെഡി സ്റ്റോക്ക് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു തട്ട് തൈ എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പായ തൈ. 2 സ്റ്റെപ്പ് വേറെ കാണിച്ചു തരാം. ഇത് 3 തട്ടായ തൈയാണ്. 1, 2, 3 തട്ടായ തൈയാണ്. കൃഷിയൊക്കെ ഉപേക്ഷിച്ച് കച്ചവടക്കാരനായി എന്ന് പറഞ്ഞാലും കൃഷി നമുക്കൊരു തീരെ അങ്ങോട്ട് മറന്നു കളയാൻ പറ്റിയല്ലോ. അപ്പോൾ ഇവിടെ കണ്ടമാനം പുല്ല് വന്നു കഴിഞ്ഞപ്പം ഇതിനെ എല്ലാവരും കളനാശിനി അടിക്കുക, അങ്ങനെ പല കാര്യമുണ്ട്. അപ്പോൾ നോക്കിയപ്പം
പഴയൊരു ഐഡിയ വെച്ച് എന്നാൽ ആട് കൃഷി തുടങ്ങിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഹൈടെക് ആട്ടുംകൂട് പണിതു. അത് കഴിഞ്ഞ് പണിയാൻ ആലോചിച്ചപ്പോഴാണ് നോക്കിയത് അന്ന് അടുത്ത ഒരു മാർഗം കൂടെ ഒരു പരീക്ഷണം നടത്തിയേക്കാന്ന്. ഈ ആട്ടുംകാട്ടം മീനിന് കൊടുക്കുക. അങ്ങനെ എൻ്റെ കുളത്തിൻ്റെ മുകളിൽ ഞാൻ ആട്ടുംകൂട് പണിതു. ഈ ആട്ടുംകാട്ടം മീനിന് കൊടുക്കുക, മീനിൻ്റെ വളം എന്നിട്ട് പമ്പ് ചെയ്ത് തിരിച്ച് പറമ്പിലോട്ട് വളമായിട്ട് പോകണു, മീനിൻ്റെ വെള്ളം. അതേപോലെ തന്നെ ഈ ആടിൻ്റെ വേസ്റ്റ്, ആട് തിന്ന് മിച്ചമുള്ളത് എല്ലാം കൂടെ തിന്നാൻ വേണ്ടി 2 പോത്തും കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ തന്നെത്താൻ പുല്ല് തിന്ന് കഴിഞ്ഞിട്ട് തന്നെ ഈ കുളത്തിൽ ഇറങ്ങിപ്പോയി കിടന്ന് ശരീരം തണുപ്പിച്ച് തിരിച്ച് കയറി വരും. അങ്ങനെ ഒരു ചെറിയ സംവിധാനം കൂടെ ഇവിടെ ചെയ്തു വെച്ചു. എനിക്ക് പണ്ടൊരു 150 ആട്ടുകളുണ്ടായിരുന്നു ഈ ജാതി നഴ്സറി തുടങ്ങുന്നതിന് മുമ്പ് കൃഷിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇതിനെല്ലാം കൂടെ സോർട്ട് ചെയ്തെടുക്കണമെന്ന്. ഇപ്പോൾ ക്രോസ് ബ്രീഡ് ആടുകളാണ് ഈ ഉള്ളത്, 10-30 ഉണ്ട്. പക്ഷേ അതിനെ ഞാൻ സെലക്ട് ചെയ്തെടുത്തു. അതായത് പ്യുവർ വൈറ്റ്, പിങ്ക് സ്കിന്ന്, നല്ല പാലുള്ള ഇനം, അതേപോലെ തന്നെ കൊമ്പില്ലാത്തത്, അങ്ങനെ സോർട്ട് ചെയ്തെടുത്ത് സെലക്ട് ചെയ്തെടുത്താണ് ഈ ആടുകളെല്ലാം.